നമ്മൾ എല്ലാവരും ഉറങ്ങുന്നവരാണ്. ഉറക്കം നമ്മുടെ ആരോഗ്യത്തിന് വളരെയേറെ അത്യാവശ്യമാണ്. പിന്നെ എന്നിട്ടാണോ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ കിടന്നുറങ്ങിയതിന് എന്നെ പിടിച്ച് തല്ലിയത്? അപ്പോഴേ എനിക്ക് മനസ്സിലായി ഉറക്കം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. എടാ, ക്ലാസ്സിൽ കിടന്നുറങ്ങുന്ന കാര്യമല്ല, വീട്ടിൽ കിടന്നുറങ്ങുന്ന കാര്യമാ പറയുന്നത്. ക്ലാസ്സിലായാലും വീട്ടിലായാലും ഉറക്കം തന്നെയല്ലേ ടീച്ചർ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കൂ. ഉത്തരം അറിയുന്നവർ കൈ പൊക്കിയാൽ മതി. നമ്മൾ എന്തുകൊണ്ടാണ് ഉറങ്ങുമ്പോൾ കണ്ണടച്ചു പിടിക്കുന്നത്? ആഹാ, മിടുക്കൻ. ഈ കൂട്ടത്തിൽ ചിന്റുവിന് മാത്രമേ ഉത്തരം അറിയാവൂ. ശരി, എടാ ചിന്റു, എല്ലാവരോടുമായി ആ ഉത്തരം ഉറക്കെ പറഞ്ഞു കൊടുത്തേ. ഉറങ്ങുമ്പോ കണ്ണടച്ചു പിടിക്കുന്നത്. പറയൂ, ബാക്കി പറയൂ. ഉറങ്ങുമ്പോൾ കണ്ണടച്ചു പിടിക്കുന്നത് കണ്ണിൽ കൊതുക് കടിക്കാതിരിക്കാൻ. നീ എങ്ങനെ എന്റെ ക്ലാസ്സിൽ വന്നു പെട്ടടാ മരത്തലയാ? എന്റെ നിർഭാഗ്യം, അല്ലാതെന്ത്. ശരി, സൈലൻസ്. ലൈസൻസ്. സൈലൻസ്. കണ്ണ് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. കണ്ണുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് പറയിടുണ്ടു. കണ്ണുണ്ടായ പോരാ, കാണണം. വെരി ഗുഡ്. കേട്ടോടാ ചിന്റു, നീയൊക്കെ എന്തിനു കൊള്ളാം മണ്ടത്തരം പറയാനല്ലാതെ. അടുത്ത പഴഞ്ചൊല്ല് ദീപു പറയൂ. കണ്ണുപോയാലേ കാഴ്ചയുടെ വില അറിയൂ. വെരി ഗുഡ്. കേട്ടോടാ ചിന്റു, കേട്ടു പഠിച്ചോ. ഇവരെല്ലാം നിന്നെ പോലെയല്ല, പഠിക്കുന്ന പിള്ളേരാ. അവരെ കണ്ട് പഠിക്കടാ മരമണ്ട. പറ്റുമെങ്കിൽ നീയൊരു പഴഞ്ചൊല്ല് പറ. നാവ് സൂക്ഷിച്ചില്ലെങ്കിൽ കണ്ണിനടി കിട്ടും. അയ്യോ ടീച്ചർ, ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു പുതിയ പഴഞ്ചൊല്ല് പറഞ്ഞതാ. മതി പഴഞ്ചൊല്ല് പറഞ്ഞത്. പക്ഷികൾക്ക് കൂടുതൽ കാഴ്ചശക്തി ഉണ്ടെന്ന് പറയാൻ കാരണം എന്താ? ഇന്നേ വരെ ഒരൊറ്റ പക്ഷിയും കണ്ണട വെച്ച് പറക്കുന്നത് ഒരാളും കണ്ടിട്ടില്ല. അത് തന്നെ കാരണം. എടാ, നീ ഇനിയും ഇവിടെ നിന്ന് തറുതല പറഞ്ഞാൽ തല്ലി ഓടിക്കും നിന്നെ. ഹോ, ഇങ്ങനെയുണ്ടോ ഒരു സാധനം? അധ്യാപികമാർ അമ്മയെ പോലെയാ. അവരോട് ഇങ്ങനെ തർക്കുത്തരം പറയരുത്. പക്ഷെ ടീച്ചർ, അമ്മയും അധ്യാപികയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. എന്താടാ? അമ്മയ്ക്ക് ഒരു കുട്ടിയെ മാത്രമേ ഒരു സമയം ഉറക്കാൻ കഴിയൂ. അധ്യാപികയ്ക്ക് ഒരേ സമയം 50 പിള്ളേരെ വരെ ഓർക്കാം.